എന്നെ പറയുന്നു ഈ സക്കാത്ത് കമ്മിറ്റി കൊണ്ട് ഭയങ്കര നാശാണ്. എന്താണ്? ഇപ്പോ നേരത്തെ ഒരു മുതലാളിന്റെ മുമ്പിൽ മാത്രം പോയി നിന്നാ മതിയെന്ന്. ഇപ്പൊ കമ്മിറ്റിക്കാരെല്ലാരെയും പോയിട്ട് സ്വാധീനിക്കണം, അപേക്ഷ കൊടുക്കണം. അപേക്ഷ പാസ്സാകണമെങ്കിൽ അവരെല്ലാരോടും പോയിട്ട് യാചിക്കണം, എന്നിട്ട് അവർ പാസ്സാക്കണം. മാത്രമല്ല, എനിക്ക് സാമ്പത്തികമായ വിഷമമുണ്ട് എന്നുള്ളത് നേരത്തെ ഒറ്റ മനുഷ്യൻ അറിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരു കമ്മിറ്റികളിൽ എല്ലാവരെയും അറിയിക്കണം. ഇങ്ങനെയായി നാശം വന്നു എന്ന് അവരെന്നെ എഴുതാണ്. ഞാൻ വെറുതെ പറയല്ല, അവരെന്നെ എഴുതാണ്. എന്നിട്ട് അവര് തന്നെ ഇപ്പോൾ എഴുതി വെക്കുകയാണ്, വ്യക്തികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ വാസ്തവത്തിൽ നൽകുന്നവനിൽ ഔന്നിത്യ ചിന്തയും സ്വീകർത്താവിന് അധമത്വ ചിന്തയും ഉണ്ടാകാൻ ഇടവരുന്നുവെന്നും നൽകുന്നവൻ ഗുണഭോക്താവിനെ ചൂഷണത്തിന് വിധേയമാക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് ഇതിനെ എതിർക്കുന്നവർക്ക് പറയാനുള്ളത്. മതപരമായ വിശുദ്ധി കാത്തുസൂക്ഷിക്കാത്തവരിൽ നിന്ന് മാത്രം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വ്യക്തികൾക്ക് നൽകിയാൽ സക്കാത്ത് കടം വീടുകയില്ലെന്നതിന് മുൻഗാമികളാരും ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞതായി അറിയില്ല. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സംഘടിത സക്കാത്ത് സംവിധാനങ്ങളിലും ഈ തിന്മകൾ നിലനിൽക്കുന്നു എന്നതാണ് അനുഭവ യാഥാർത്ഥ്യം. സക്കാത്തിന്റെ സംഭരണ വിതരണ കാര്യങ്ങൾ ഇന്ന് മതസംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 1,000 മതസംഘടനകളൊക്കെ യൂണിറ്റ് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ സക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ കമ്മിറ്റികളുണ്ടാക്കിയാണ് സക്കാത്ത് മുതലുകൾ ശേഖരിക്കുന്നത്. മറ്റു ചില സംഘടനകൾ സ്ഥലകാല പരിമിതികളൊന്നും പരിഗണിക്കാതെ സകല സമ്പന്നന്മാരുടെ അരികിലും ചെന്ന് നിങ്ങളുടെ സക്കാത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞ് പിരിക്കുന്നു. ഇങ്ങനെ 4 പേര് വിചാരിച്ചാൽ കേരളം മുഴുവനുമുള്ള ആളുകളിൽ നിന്നും സക്കാത്ത് പിരിച്ചെടുക്കാം എന്ന പരുവത്തിലേക്ക് സക്കാത്ത് എന്ന പവിത്രമായ സംഗതി ഇന്ന് മാറിയിരിക്കുന്നു. ഒരു സംഘടനാ പ്രവർത്തനം എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും സംഘടിത സക്കാത്ത് സംവിധാനങ്ങൾക്ക് സംഘടനക്കാർ കൽപ്പിക്കുന്നില്ല. സക്കാത്ത് പിരിച്ചെടുക്കാൻ കാണിക്കുന്ന താൽപര്യം യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംഘടനക്കാരനും ശ്രദ്ധിക്കുന്നില്ല. മതസംഘടനക്കാർ മഹല്ല് തലങ്ങൾ തൊട്ട് മേലോട്ട് സക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ ഒരു ഭരണകൂടത്തെ പോലെയാണിന്ന് പെരുമാറുന്നത്. സഹായം ആവശ്യമുള്ളവർ സക്കാത്ത് കമ്മിറ്റികളിലേക്ക് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കണം. സഹായം ചോദിക്കാൻ കുറച്ചിലില്ലാത്തവർ മാത്രമേ ഇങ്ങനെ അപേക്ഷ നൽകാൻ തയ്യാറാവുകയുള്ളൂ. അപേക്ഷ സമർപ്പിക്കുന്നവരെക്കാൾ അർഹതപ്പെട്ട അനവധി പേര് പുറത്തുണ്ടാകും. അവർക്കൊന്നും ഒരു സഹായം കിട്ടാൻ വഴിയില്ല. കാരണം അവർ അപേക്ഷകരല്ല. ആവശ്യക്കാരനോട് അപേക്ഷ നൽകാൻ സക്കാത്ത് സെല്ലുകാർ ആവശ്യപ്പെടുന്നു. അങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ അപേക്ഷ നൽകുന്നു. സഹായം കിട്ടാൻ വേണ്ടിയും തന്റെ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടിയും സക്കാത്ത് സെല്ലു മുതലാളിമാരുടെ മുന്നിൽ അപേക്ഷകൻ തലചൊറിഞ്ഞ് കെഞ്ചുന്നു. ചുരുക്കത്തിൽ വ്യക്തികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായി എതിർവീക്ഷണക്കാര് പറയുന്ന എല്ലാ ദൂഷ്യങ്ങളും അതിനേക്കാൾ 100 മടങ്ങ് ശക്തിയിൽ സംഘടനക്കാർ നടത്തുന്ന സക്കാത്ത് സംഭരണ വിതരണ സംവിധാനത്തിലും നിലനിൽക്കുന്നു. ആവശ്യക്കാരായി അനവധി ആളുകൾ നാട്ടിലുണ്ടായിരിക്കെ തന്നെ സക്കാത്ത് മുതലുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു. നിക്ഷേപത്തിന്റെയും വിതരണത്തിന്റെയും കണക്കുകളും നിക്ഷേപകാലത്തേക്ക് ബാങ്ക് അതിന് നൽകിയ പലിശയടക്കമുള്ള സ്ഥിതി വിവരണം സത്യസന്ധതയുടെ പേരിൽ സംഘടനക്കാർ പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ പതിച്ച അനുഭവവും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പലിശ വാങ്ങുന്നു. എന്നിട്ട് അതുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു. അത് പരസ്യമായി പള്ളിയുടെ മുകളിൽ തന്നെ ഈ പലിശന്റെ പരിപാടികൾ എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനത്തെ 100 നാശങ്ങൾ ഈ കമ്മിറ്റി മുഖേന ഉണ്ടായത് ഞാനല്ല, ഇത് മുജാഹിദിന്റെ അലിസ്ലാസ് മാസികയാണ് ഞാൻ ഈ വായിച്ചത് 2015 ജൂലൈ 3. അപ്പോ ഇത് സംഘടിപ്പിച്ചവർക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു.